നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ മന്ത്രത്തിന്റെ പ്രഭയാൽ പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും ഒന്നു ചേരുന്ന മറ്റൊരു കർക്കിടക മാസം കൂടി, മറ്റൊരു രാമായണ മാസം കൂടി പിറക്കാൻ പോവുകയാണ്. വരുന്ന വെള്ളിയാഴ്ച കർക്കിടകം 1 മറ്റൊരു രാമായണ മാസാരംഭം. ഈ ഒരു കർക്കിടക മാസം തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പ്, കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന 2 ചെടികൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന സ്ഥാനം പ്രധാനമാണ്, പറയുന്ന സ്ഥാനത്തൊന്ന് കൊണ്ടുവന്ന് നട്ടു വളർത്തണേ. ഈശ്വരൻ്റെ, ഭഗവാന്റെ, ഭഗവതിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും. ഏറ്റവും സത്യമുള്ള പുണ്യസസ്യങ്ങൾ നമ്മളുടെ വീട്ടിൽ വളർന്നാൽ വീടിന് ഐശ്വര്യമായി തീരുന്ന, ഭഗവത് സാന്നിധ്യമായി തീരുന്ന ആ സസ്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കൊണ്ടുവന്ന് എവിടെങ്കിലും നട്ടു വളർത്തിയാൽ പോരാ, സ്ഥാനം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ആ സ്ഥാനത്തൊന്ന് നട്ടു വളർത്തി നോക്കിക്കുക. ഈ കർക്കിടക മാസത്തിൽ, ഈ രാമായണ മാസത്തിൽ, നമ്മളുടെ പ്രകൃതിയിലും വായുവിലും നാരായണ മന്ത്രം അലയടിക്കുന്ന ഈ കർക്കിടക മാസത്തിൽ നട്ടു വളർത്തിയാൽ ഇരട്ടിയാണ് ഫലം കേട്ടോ. ചിലരുടെ വീട്ടിൽ ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിട്ടേക്കൂ. ഇല്ലാത്തവർ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് നട്ടു വളർത്തണം. പ്രധാനമായിട്ടും 10 സസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 10 ചെടികൾ. ഈ 10 ചെടികളിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതെങ്കിലും 2 എണ്ണം. എല്ലാം 10ഉം അതീവ ശുഭകരമായിട്ടുള്ളതാണ്. ധന്വന്തരി സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 10 സസ്യങ്ങൾ. ഈ 10 സസ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം തിരഞ്ഞെടുത്ത് ഈ കർക്കിടക മാസം തുടങ്ങി തീരുന്നതിന് മുമ്പ്, എപ്പോഴാണോ സമയമുള്ളത്, ഞായറാഴ്ചയോ അല്ലെ അവധി ദിവസങ്ങളിലോ എപ്പോഴാണ് സമയമുള്ളത്, അന്നേരം ഇത് വാങ്ങിക്കൊണ്ടുവന്ന്, ഒരു നഴ്സറിയിൽ നിന്നോ മറ്റോ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഐശ്വര്യമായിട്ട് സ്ഥാനത്ത് വെച്ച് പിടിപ്പിക്കൂ. അത് വളരും തോറും ആ വീടിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും സാധ്യമാകുകയും ചെയ്യുന്നതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ 10 എണ്ണവും പറയാം, കേട്ടു നോക്കൂ, കേട്ടിട്ട് ചെയ്യൂ. ഒന്നാമത്തേത് എന്ന് പറയുന്നത് രാമതുളസിയാണ്. ധന്വന്തരി സസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാമതുളസി എന്ന് പറയുന്നത്. കർക്കിടക മാസം എന്ന് പറയുന്നത് രാമമന്ത്രത്താൽ മുഖരിതമായ മാസമാണ്. ആ ഒരു മാസത്തിൽ നമ്മളുടെ വീട്ടിൽ രാമതുളസി വന്ന് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ വീട്ടിലേക്ക് സാക്ഷാൽ ഭഗവാൻ നാരായണൻ ശ്രീരാമചന്ദ്രൻ വന്ന് കയറുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. രാമതുളസി, നമ്മളുടെ വീട്ടിൽ കൃഷ്ണ തുളസി ഉണ്ടാകും, കർപ്പൂര തുളസി ഉണ്ടാകും, പക്ഷെ രാമതുളസി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചില വീടുകളിൽ നട്ടു വളർത്താറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. രാമതുളസിയാണ് ഒന്നാമതായിട്ട് ഈ ഒരു കർക്കിടകത്തിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവരാനായിട്ട് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. രാമതുളസി വളരുന്ന വീടുകളിൽ, ഇതെല്ലാ വീട്ടിലും വളർന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് വെച്ചാലും ചിലപ്പോൾ പിടിച്ച് കിട്ടണമെന്നില്ല. രാമതുളസി വളരുന്ന വീടുകളിൽ ഭഗവത് സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ വിജയമുണ്ടാവുമെന്നാണ് പറയുന്നത്. ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയിലൊക്കെ ആ വീട്ടിലുള്ളവർക്ക് കഴിവ് തെളിയിക്കാനും തൻ്റെ കഴിവ് മൂലം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നുമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം കൂടെ ചൊരിയുന്ന ശ്രീരാമചന്ദ്രൻ്റെ സാന്നിധ്യമായ, നാരായണ സാന്നിധ്യമായ ചെടിയാണ് രാമതുളസി എന്ന് പറയുന്നത്. പറ്റുന്നവരെല്ലാവരും ഒരു മൂട് രാമതുളസി വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് അല്ലെങ്കിൽ വടക്ക് വശത്ത്, സ്ഥാനം പ്രധാനമാണ്, ഒന്നീ കിഴക്ക് വശം വളർത്തുക. കിഴക്ക് സ്ഥലമുള്ളവർ അവിടെ തന്നെ വളർത്തുക. കിഴക്ക് ഇടമില്ല എന്നുണ്ടെങ്കിൽ വടക്ക് വശത്തായാലും മതി. ഈ 2 സ്ഥലത്തേ വെക്കാവുള്ളൂ. കിഴക്ക് വശം അല്ലെങ്കിൽ വടക്ക് വശം നട്ടു വളർത്തുക. ആ വീട് ഐശ്വര്യ കൊടുമുടി കയറും എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പറ്റുന്ന എല്ലാവരും ചെയ്യണം കേട്ടോ. രണ്ടാമത്തതെന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശമായ ചെടിയാണ്. ഭഗവാന്റെ കണ്ണുനീരിൽ നിന്ന് ഉത്ഭവിച്ച്, ഭഗവാന്റെ കണ്ണുനീര് ഭൂമിയിൽ പതിച്ച് ആ കണ്ണുനീരിൽ നിന്ന് ഉത്ഭവിച്ച വൃക്ഷം അല്ലെങ്കിൽ സസ്യം എന്ന് പറയുന്നതാണ് നെല്ലി എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നെല്ലി ഉണ്ടോ? ഉള്ളവരുണ്ടെങ്കിൽ ഭാഗ്യമായിട്ടോ. ഒരിക്കലും മുറിച്ച് കളയരുത്. നെല്ലി വീട്ടിൽ നിന്ന് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരംഭിക്കായി നിങ്ങളുടെ പതനം എന്നുള്ളതാണ്. നെല്ലി വീട്ടിൽ നിൽക്കുന്നവർ മുറിച്ച് കളഞ്ഞ വീടുകളൊക്കെ നാശം പിടിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ വീടിൻ്റെ പതനം ആരംഭിച്ച ചരിത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് വീട് വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. ഇല്ലാത്തവരുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമായിട്ട് ഒരു മൂട് നെല്ലി വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ
വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് മധ്യത്തിൽ എവിടെങ്കിലോ ആയിട്ട് നട്ടു വളർത്തണം കേട്ടോ. ഏറ്റവും ഗംഭീരമായിരിക്കും, ആ വീടിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയായിരിക്കും എന്നാണ് പറയുന്നത്. സാക്ഷാൽ മഹാവിഷ്ണു നമ്മളുടെ വീട്ടിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് തുല്യമാണ് നെല്ലി വീട്ടിൽ വളർത്തുക എന്ന് പറയുന്നത്. ഈ ഒരു രാമായണ മാസത്തിൽ നാരായണ മന്ത്രങ്ങൾ അലയടിക്കുന്ന ഈ ഒരു രാമായണ മാസത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന് നടാൻ ഏറ്റവും ഗംഭീരമാണ് നെല്ലി എന്ന് പറയുന്നത്. അപ്പം നെല്ലിയാണ് രണ്ടാമത്തെ വൃക്ഷം അല്ലെങ്കിൽ രണ്ടാമത്തെ സസ്യം എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ചെടിയാണ്. ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള, നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. നാരായണ ഒരു പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന, മഹാലക്ഷ്മി പ്രീതിക്ക് ഉത്തമമായിട്ട് വീട്ടിൽ വളർത്താൻ പറ്റുന്ന സസ്യമാണ്. ഇതിൻ്റെ പേരാണ് വയന അഥവാ തെരളി എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വളർത്തണം കേട്ടോ. വടക്ക് വശത്ത് ജനലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ജനൽ തുറക്കുമ്പോൾ നമുക്ക് ദൂരെ കാണുന്ന രീതിയിൽ, പറമ്പിൽ കാണുന്ന രീതിയിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് വൃക്ഷമായിട്ട് പോകുന്നതാണ്, അതുകൊണ്ട് വെട്ടി നിർത്തുന്നത്, കുറ്റിയാക്കി നിർത്തുന്നതൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തെരളിയപ്പം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മറ്റു ചില കറികൾ ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ നമ്മളിത് ഉപയോഗിക്കാറുള്ള ഇലയാണ്. ഒരുപാട് ഔഷധ മൂല്യമുള്ള, ഈശ്വരപ്രീതിയാൽ സമ്പന്നമായിട്ടുള്ള ഒരു ചെടിയാണ് തെരളി എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നട്ടു വളർത്തുക എന്നുള്ളതാണ്. തെരളിയാണ് മൂന്നാമത്തത്. ഇത് വീട്ടിലില്ലാത്തവർ ഇത് വയ്ക്കാം കേട്ടോ. നാലാമത്തേത് എന്ന് പറയുന്നത് താമരയാണ്. താമര എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ഭഗവതിയുടെ ഇരിപ്പിടമാണ് താമര എന്ന് പറയുന്നത്. ഭഗവതിയുടെ സാന്നിധ്യം നമ്മളുടെ വീട്ടിലുള്ളതിന് തുല്യമാണ് വീട്ടിൽ താമര പൂത്തുലഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ആ താമര പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാലം ആ വീടിന് നാശം ഉണ്ടാവത്തില്ലെന്നാണ് പറയുന്നത്. നമ്മളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത്, വടക്കും കിഴക്കും ചേരുന്ന മൂലഭാഗത്ത് ഒരു ചെറിയ ടബിലോ അതല്ലെങ്കിൽ ചെറിയൊരു കുളമോ കിണറോ പോലെ എന്തെങ്കിലും നിർമ്മിച്ച് അതിനകത്തോ ഒരു താമര നട്ട് വളർത്തണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ ടബുകളിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. കൊണ്ടുവന്ന് അതിൻ്റെ വിത്ത് പാകി അല്ലെങ്കിൽ അതിൻ്റെ ചെടി കൊണ്ടുവന്ന് നമുക്ക് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ച് വളർത്താം. ഏറ്റവും ഐശ്വര്യമാണ്. നിങ്ങൾ നോക്കൂ, വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു താമരക്കുളം കാണാൻ പറ്റും, അല്ലെങ്കിൽ ടബിലെങ്കിലും ഈ താമര വളർത്തുന്ന കാണാൻ പറ്റും. അതിനെന്താ, നാൾക്ക് നാൾ ഉയർച്ചയാണ്. നാൾക്ക് നാൾ ഉയർച്ചയായിരിക്കും വരുന്നത്. ഏതൊക്കെ വീടുകളിൽ അത്തരത്തിൽ വടക്ക് കിഴക്കേ മൂലയ്ക്ക് താമര സ്ഥാപിച്ചിട്ടുണ്ടോ, താമര വളർത്തുന്നുണ്ടോ, അത് ചെറിയ ടബിലായിക്കൊള്ളട്ടെ, കുളത്തിലായിക്കൊള്ളട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ, ആ വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ. പണ്ടൊക്കെ അതിനനുസരിച്ച് കാരണവന്മാർ വലിയ തറവാടുകളിൽ നമുക്ക് അത്തരത്തിൽ കുളം നിർമ്മിക്കുമായിരുന്നു താമര വളർത്താനായിട്ട്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ താമസിക്കുന്നതുകൊണ്ട് ഇത്തരത്തിൽ ടബിൽ വളർത്താനാണ് ഏറ്റവും ഉചിതം. അത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വളർത്തണം, അതാണ് സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നാലാമത്തത് താമരയാണ്. താമര വന്നു കയറിയാൽ മഹാലക്ഷ്മി വന്നു കയറിയതിന് തുല്യമാണ്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആരാ? ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയുമാണ്. അടുത്തത് അഞ്ചാമത്തെന്ന് പറയുന്നത് വീട്ടിൽ മക്കൾക്ക് ഉയർച്ച വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതായത് കുട്ടികളുടെ ഉയർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരുപാട് അമ്മമാരൊക്കെ വിഷമിക്കുന്നവരുണ്ട്. മക്കൾക്ക് നല്ലത് വരണം, നമുക്ക് ഇച്ചിരി ദോഷമായാലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ നന്നായിരിക്കണം, അവർക്ക് ജീവിതത്തിൽ ഉയർച്ച കിട്ടണം, അവർക്ക് തൊഴിൽപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർച്ച കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വീട്ടിലത് മനസ്സറിഞ്ഞ് വളർത്തുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് അമ്മമാർ വളർത്തുന്ന ഒന്നാണ് അരൂത എന്ന് പറയുന്നത്. അരൂത എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ചെടിയാണ്. ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള, ഈശ്വരാധീനം വിളങ്ങുന്ന ചെടിയാണ് അരൂത എന്ന് പറയുന്നത്. ഈ അരൂത നമ്മളുടെ വീടിൻ്റെ കന്നിമൂലയ്ക്ക് കൊണ്ടുവന്ന് നട്ടു വളർത്താം കേട്ടോ. കന്നിമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂല, തെക്കും പടിഞ്ഞാറും ചേരുന്ന വീടിൻ്റെ മൂലഭാഗം, പുരയിടത്തിൻ്റെ മൂലഭാഗമാണ് കന്നിമൂല ഭാഗം എന്ന് പറയുന്നത്. ആ കന്നിമൂല ഭാഗത്ത് അരൂത നട്ടു വളർത്തുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതാണ് അഞ്ചാമത്തത്. ആറാമത്തെ എന്ന് പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ വീടിൻ്റെ ഈശാന കോണ് അഥവാ ഈശാനമൂലയുണ്ടല്ലോ, ഈശാനമൂല എന്ന് പറഞ്ഞാൽ വടക്കും കിഴക്കും ചേരുന്ന മൂലയാണ് ഈശാനമൂല, ഈശാന കോണെന്ന് പറയുന്നത്. ആ ഈശാന കോണിൽ തുളസിയും മഞ്ഞളും ഒന്നിച്ച് നടണം എന്നുള്ളതാണ്. ഒന്നിച്ച് ഒരു മൂട്ടിൽ, ഒറ്റ മൂട്ടിൽ തുളസിയും മഞ്ഞളും നടണം എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരം കേട്ടോ. ഭഗവാൻ മഹാവിഷ്ണു, നാരായണനും മഹാലക്ഷ്മിയും ഒന്നിച്ചൊരിടത്ത് വാഴുന്നതിന് തുല്യമാണ് വീടിൻ്റെ ഈശാന കോണ് അഥവാ ഈശാന മൂല എന്ന് പറയുന്നത്. ഭഗവാനും ഭഗവതിയും കടന്നു വരുന്ന ദിക്കായിട്ടുള്ള വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരൊറ്റ മൂട്ടിൽ, ഒരു കല്ല് വെച്ച് ഒരൊറ്റ മൂട്ടിൽ മഞ്ഞളും തുളസിയും നട്ടു വളർത്തുക എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ മഞ്ഞൾ വീട്ടിലുണ്ടാവും,
തുളസി വീട്ടിലുണ്ടാവും, ഇതുപോലെ ആയിരിക്കത്തില്ല, സ്ഥാനത്തൊന്നിച്ചായിരിക്കത്തില്ല നിൽക്കുന്നത്. സ്ഥാനത്തൊന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിൽ പരമൊരു ഐശ്വര്യം ആ വീടിന് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിൽ ഇതിൻ്റെ തൈയൊക്കെ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മൂടിളക്കി, നിങ്ങൾ വേറെ വാങ്ങാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. ഒരു മൂട് അതിൻ്റെ തൈ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഓരോ മൂട് തൈ ഇളക്കി വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈശാന കോണിൽ കൊണ്ടുവന്ന് മനോഹരമായിട്ട് നനച്ച് നട്ടു വളർത്തു. അതിൻ്റെ ഐശ്വര്യം ആ വീടിന് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് വെറ്റിലയാണ്. വെറ്റില എന്ന് പറഞ്ഞാൽ എല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യമുള്ള ചെടിയായിട്ടാണ് ഹൈന്ദവ പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും പറയുന്നത്. എല്ലാ ദേവീ ദേവന്മാരും കുടികൊള്ളുന്ന ഇലയാണ് വെറ്റില എന്ന് പറയുന്നത്. വെറ്റിലയുടെ തണ്ടിലും വെറ്റിലയുടെ രേഖകളിലും വെറ്റിലയുടെ പുറത്തും വെറ്റിലയുടെ മറുപുറത്തും വെറ്റിലയുടെ അറ്റത്തുമൊക്കെ ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് സങ്കല്പം. ഞാൻ മുൻ അധ്യായങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുള്ളതുമാണ് വിശദീകരിച്ച് ഏതൊക്കെ ദേവീ ദേവന്മാരുടെ സ്ഥാനമാണ് ഓരോ ഇടത്തും ഉള്ളതെന്നുള്ളത്. ആ വെറ്റില നമ്മളുടെ വീട്ടിൽ വെറ്റില കൊണ്ടുവന്ന് നമ്മളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് മധ്യഭാഗത്ത് നട്ടു വളർത്തണം കേട്ടോ. ഗംഭീരമായിരിക്കും, ഗംഭീര ഐശ്വര്യമായിരിക്കും. ഈശ്വരാധീനം വിളങ്ങുമെന്നാണ് പറയുന്നത്. ഏറ്റവും ഐശ്വര്യമുള്ള ചെടിയാണ് വെറ്റില എന്ന് പറയുന്നത്. അത് നമുക്ക് അടയ്ക്കാമരം അഥവാ കവുങ്ങ് വീട്ടിലുണ്ടെങ്കിൽ വടക്ക് വശത്ത് അതിൽ പടർത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ഐശ്വര്യമാണ്, ഏറ്റവും നല്ലതാണ്. അവിടെ മൊത്തത്തിൽ വെറ്റിലെ അടയ്ക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും ഗംഭീരമാണ്. ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മൂട് വെറ്റില വാങ്ങിച്ച് വടക്ക് വശത്ത് വെക്കുന്നത് ഏറ്റവും ഗംഭീരമാണ്. വടക്ക് പടിഞ്ഞാറോ വടക്ക് മധ്യത്തിലോ വയ്ക്കാം, വടക്ക് കിഴക്കോട്ട് കയറാതെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഇതാണ് സ്ഥാനം. ഇതാണ് ഏഴാമത്തത്. അടുത്തത് എട്ടാമത്തേത് എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മുക്കുറ്റി വളർന്ന് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കർക്കിടകത്തിൽ അത് പറിച്ചു കളയരുത്. നിങ്ങൾ കൊണ്ടുവന്ന് നടാനൊന്നും പറ്റത്തില്ല. മുക്കുറ്റിയൊക്കെ തനിയെ വളർന്നു വരണം. ഈശ്വരാധീനമുള്ള വീടുകളിൽ തനിയെ വളർന്നു വരേണ്ട ചെടിയാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. മുക്കുറ്റി ഒരിക്കലും നമ്മൾ കൊണ്ടുവന്ന് നട്ടു വളർത്തുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഈ മുക്കുറ്റി എവിടെങ്കിലും തനിയെ വളർന്നു വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ഈശ്വരാധീനത്തിൻ്റെ 1-ാം നമ്പർ ലക്ഷണമാണ്. നിങ്ങളുടെ വീട്ടിൽ ഈശ്വരാധീനം വിളങ്ങുന്നു എന്നുള്ളതിൻ്റെ 1-ാം നമ്പർ ലക്ഷണമായിട്ടാണ് ഹൈന്ദവ വിശ്വാസങ്ങൾ കരുതുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പക്ഷത്തിൽ നമ്മളുടെ വീട്ടിൽ നമ്മളിപ്പം ഈ ഒരു കർക്കിടക മാസമൊക്കെ വരുന്ന കാരണം വീട് കിളക്കുകയും വൃത്തിയാക്കിയും ഓണത്തെയൊക്കെ വരവേൽക്കാനായിട്ട് വലിയ താമസമില്ല നമ്മളെല്ലാം കിളച്ച് കളയുകയൊക്കെ ചെയ്യും. കർക്കിടകത്തിൽ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. മുക്കുറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കാനായിട്ട് വിടണം കേട്ടോ. കാര്യം മുക്കുറ്റി ഒരു വീട്ടിൽ പൂവിട്ട് നിൽക്കുക അല്ലെങ്കിൽ മുക്കുറ്റി പടർന്ന് പന്തളിച്ച് പറമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ലക്ഷണമാണ്. ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവില്ല, ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഏറ്റവും ഗംഭീരമാണ്. അതുകൊണ്ട് മുക്കുറ്റി വീട്ടിൽ നിങ്ങൾ നട്ടു വളർത്തണ്ട, ഉള്ളതിനെ പരിപാലിച്ച് നിർത്തുക. ഒരു മൂടെങ്കിലും വീട്ടിൻ്റെ മുമ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പരിപാലിച്ച് നിർത്തുക. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും. 9ാമത്തേത് എന്ന് പറയുന്നത് വെള്ള ശംഖുപുഷ്പമാണ്. നീല ശംഖുപുഷ്പമല്ല, വെള്ള ശംഖുപുഷ്പം. അത് കൊണ്ടുവന്ന് നമ്മളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് വളർത്തുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. രാവിലെ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്തൊക്കെ ആ വെള്ള ശംഖുപുഷ്പം കണ്ടുകൊണ്ട് പോകുന്നത് നമുക്ക് കാര്യവിജയമുണ്ടാക്കും, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. നമ്മളുടെ കർമ്മ മേഖല ഏതാണെന്നുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഐശ്വര്യം ഉണ്ടാവും, പോകുന്ന കാര്യങ്ങൾ മംഗളമാകും. വീടിൻ്റെ മുൻവശത്ത് അല്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് വശം മുൻവശമായിട്ട് വരുന്നവരാണ് ഏറ്റവും ഭാഗ്യം. ആ കിഴക്ക് വശത്ത് വളർത്തുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ കിഴക്ക് വശത്ത് എവിടെങ്കിലും വെള്ള ശംഖുപുഷ്പം നട്ട് വളർത്തുക. കാടായി പോകാതിരിക്കാനായിട്ട് കുറച്ചിടയ്ക്കൊന്ന് വെട്ടിയൊക്കെ നിർത്താം. വെട്ടി ഐശ്വര്യമായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ വലിയ കാടായി പോകുന്നത്. അപ്പം അങ്ങനെ കാടായി പോവാതെ വെട്ടിയൊക്കെ ഒതുക്കിയൊക്കെ നിർത്തുക. അത് പൂവിട്ട് ഉലഞ്ഞ് നിൽക്കട്ടെ. നല്ല ഐശ്വര്യമായിരിക്കും ആ വീടിനും കുടുംബാംഗങ്ങൾക്കും എന്ന് പറയുന്നത്. ഇതാണ് 9ാമത്തേത്. 10ാമത്തേത് എന്ന് പറയുന്നത് ഒരുപാട് കണ്ണേറ്, പ്രാക്ക്, എരിച്ചിൽ, ശത്രുദോഷം, അയൽദോഷം, നാവേറ് ദോഷം, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടല്ലോ, നമ്മൾ മൂലം അല്ലാതെ മറ്റുള്ളവർ മൂലം വരുന്ന ദോഷങ്ങൾ. ഇങ്ങനെയുള്ള ദോഷങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മൂട് കരിമഞ്ഞൾ ഈ കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നടണേ. വീടിൻ്റെ വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും നടുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത്. കരിമഞ്ഞൾ, സാധാരണ മഞ്ഞളല്ല, മുറിക്കുമ്പോൾ ഇതുപോലെ കാണുന്ന കരിമഞ്ഞൾ നമുക്ക് നഴ്സറിയിലൊക്കെ തുച്ഛമായ പൈസയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. കരിമഞ്ഞൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് നടുക. ഏറ്റവും ഗംഭീരമായിരിക്കും. സകല ദോഷങ്ങളും വിട്ടെറിഞ്ഞു പോകും, ഗംഭീരമായി കിട്ടും എന്നുള്ളതാണ്. അപ്പം കരിമഞ്ഞളാണ് 10ാമത്തേത് എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാ ദോഷങ്ങളും നീങ്ങാൻ ഉത്തമമാണ് എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 10 ചെടികൾ പറഞ്ഞു. ഈ 10 എണ്ണത്തിൽ
പറ്റുന്ന 2 നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് നടുക. നിങ്ങൾക്കും കുടുംബത്തിനും അത് നല്ലതേ വരുള്ളൂ. ആ വീടിന് ഐശ്വര്യമായി തീരും. ഏറ്റവും പുണ്യമായിട്ടുള്ള സസ്യങ്ങളാണ്. ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.